അല്പം മുമ്പ് വിഭജികയുടെ അമ്മ ശൈലജയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. ആ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. നമുക്ക് നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കണം. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാനിവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അതല്ല, ഇനി അവന് രണ്ടിടത്ത് സംസ്കരിക്കണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. ഇതാണ് വിഭജികയുടെ അമ്മ ആവശ്യപ്പെട്ടത്. ആ ആവശ്യമാണ് ഇപ്പോൾ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത്. കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്നെന്തായാലും നടത്തില്ല. അത് അമ്മ അതിൽ തടസ്സം അറിയിച്ചിരുന്നു. ആ കാര്യം വിഭജികയുടെ മാതാവിൻ്റെ തടസ്സം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺസുലേറ്റ് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോയിരിക്കുന്നത്. അരുൺ പാരാട്ട് തുടരുന്നുണ്ട്. അരുൺ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിവാഹത്തിന് ശേഷം ഈ ആരോപിക്കുന്ന സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ അതിൽ ചിലത് നാട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാർജയിൽ വെച്ച് സംഭവിച്ചു എന്നതാണ് ആരോപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ തുടർ നടപടികൾ ഷാർജ പോലീസിൽ പരാതി കൊടുത്ത് അവിടെ തന്നെ അന്വേഷണവും തുടർ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത നിയമവിദഗ്ധരുമായി ലഭിക്കുന്ന അതിലുള്ള ഉപദേശം എങ്ങനെയാണ്? എന്തായാലും ഇപ്പോൾ ഷാർജ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ അമ്മയ്ക്കും കുടുംബത്തിന് നൽകാൻ സാധ്യമായ എല്ലാ തെളിവുകളും, അതുപോലെ വോയിസ് ക്ലിപ്പുകളായാലും വീഡിയോ ക്ലിപ്പുകളായാലും അവരുടെ കൈവശമുള്ള എല്ലാ ക്ലിപ്പുകളും ഉടൻ തന്നെ ഷാർജ പോലീസിന് നൽകുകയും അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കുകയും ചെയ്യുമെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അഡ്വക്കേറ്റ്, അതായത് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന നിയമവിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുന്നു എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമാണ് ഇതിൽ ഏത് രീതിയിലായിരിക്കും ഇവിടെ നിയമ നടപടികൾ മുന്നോട്ട് പോവുക. ഇനി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നിതീഷിന് കേന്ദ്ര തലത്തിൽ ഇടപെടലുകൾ നടത്തി നാട്ടിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ അടക്കം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗൂഗിൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഷാർജ പോലീസിൽ ഈ തെളിവുകളെല്ലാം കൈമാറുമെന്ന് ഇനിയിപ്പോൾ അമ്മ അറിയിച്ചിട്ടുണ്ട്. ശരി, ഏതായാലും വിഭജികയുടെ മാതാവിൻ്റെ ആ തടസ്സം അല്ലെങ്കിൽ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കോൺസുലേറ്റ് വിഭജികയുടെ കുഞ്ഞിൻ്റെ സംസ്കാരം ഇന്ന് നടത്താനാവില്ല എന്ന ആ നിലപാട് അതിനെ പരിഗണിക്കുന്നു. ഏതായാലും ഇന്ന് നിശ്ചയിച്ചിരുന്ന കുഞ്ഞിൻ്റെ സംസ്കാരം അത് ഭർത്താവിൻ്റെ തീരുമാനമായിരുന്നു, നിതീഷിൻ്റെ തീരുമാനമായിരുന്നു. എന്തായാലും സംസ്കാരം മാറ്റിവെച്ചിരിക്കുന്നു. ഇനി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനാകുമോ, അമ്മയുടെ ആഗ്രഹപ്രകാരം വിഭജികയുടെയും കുഞ്ഞിൻ്റെയും സംസ്കാരം നാട്ടിൽ നടത്താനാവുമോ എന്നതാണ് അറിയേണ്ടത്.